അങ്ങനെ ഞാൻ രാവിലെ പറഞ്ഞ കാര്യം നടക്കാൻ പോവാണേ. ഞാൻ രാവിലെ പറഞ്ഞത് നമ്മുടെ ബിഗ് ബോസ് സീസൺ 7ലെ ക്യാപ്റ്റൻ ആരായിരിക്കുമെന്ന് ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു. 3 പേര് പറഞ്ഞു. പക്ഷേ അതിൽ ഒരു പേരിപ്പം അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതാരാന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ പറയാമേ. അതിന് മുമ്പേ എൻ്റെ വീഡിയോ കാണുന്നവർ എന്നെ ഒന്ന് ഫോളോ ഒക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അടിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിത് എപ്പോഴും പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണേ. അപ്പം ഞാൻ പറയാം. ആദ്യത്തെ ക്യാപ്റ്റൻ അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് മറ്റേ നിയമലംഘനത്തിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് ഇനി ഒരു സന്തോഷ വാർത്ത പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്താണെന്ന്. അപ്പോൾ അത് പറയാൻ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ ആരാ പോയി ആദ്യത്തെ ലെറ്റർ എടുത്തുകൊണ്ട് വരുന്നേ? ബിഗ് ബോസ് ചോദിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞാൻ പാം. പിന്നെ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, എല്ലാവരും കൂടെ തീരുമാനിച്ച് അപ്പാനി ശരത്തിനെ വിട്ടു. അപ്പാനി ശരത്ത് പിന്നെ ആദ്യത്തെ നമ്മുടെ ലെറ്റർ എടുക്കാൻ പോകുന്ന ആളും കൂടിയാണ്, ആദ്യം റൂമിൽ കയറുന്ന ആളും ഒക്കെ അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമായി. അപ്പാനി പോയി പേപ്പറൊക്കെ എടുത്തുകൊണ്ട് വന്ന് അപ്പോൾ അതിൽ ചെന്നപ്പോൾ ബിഗ് ബോസ് സംസാരിക്കുന്ന അപ്പാനിക്ക് കേൾക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ. പിന്നെ അനുമോൾ പോയി പറഞ്ഞ് പുറത്ത് വരാൻ പറഞ്ഞു. അങ്ങനെ പുറത്ത് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് പേപ്പർ പുറത്ത് കൊണ്ടുവന്ന് വായിച്ചപ്പോൾ ക്യാപ്റ്റനാകാനുള്ള ടാസ്ക് ഇത്രയേ ഉള്ളായിരുന്നു. നമ്മൾ ഷേവ് ചെയ്യുന്ന ക്രീം, പിന്നെ പേപ്പർ പ്ലേറ്റ്, പിന്നെ അത് തുടയ്ക്കാനുള്ള ടിഷ്യൂ പേപ്പർ. അപ്പോൾ ഈ ക്രീം നമ്മൾ പേപ്പർ പ്ലേറ്റിനകത്ത് പുരട്ടിച്ച് അത് കൊണ്ടുവന്ന് ഒരാളുടെ മുഖത്ത് തൂക്കണം. അത് മുഖത്ത് തൂത്താൽ മാത്രം പോരാ, ആ വ്യക്തി അതിനുള്ള കാരണം പറയണം. എന്തുകൊണ്ട് ക്യാപ്റ്റനാകാൻ യോഗ്യതയില്ല എന്നുള്ള കാരണം പറയണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ ചെയ്യാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഓരോരുത്തർ എണ്ണീച്ച് ഓരോരുത്തരുടെ പേര് പറഞ്ഞു, കാരണം പറഞ്ഞു. ഏറ്റവും കൂടുതൽ കിട്ടിയത് അനീഷിനാണ് കേട്ടോ. കാരണമൊന്നുമില്ല, അത് 2 ദിവസം കൊണ്ട് അല്ല 1.5 ദിവസം കൊണ്ട് എന്ത് കാരണം ഒപ്പിക്കാൻ. അങ്ങനെ അതെ 2 ദിവസം കൊണ്ടൊക്കെ എന്തോ കാരണമാണ്. പിന്നെ അതിൽ നിന്നൊക്കെ ഓരോ കാരണങ്ങൾ കണ്ടുപിടിച്ചവർ. കൂടുതലും അനീഷിനെ എല്ലാവരും പറഞ്ഞേക്കുന്നതും അനീഷിനെ മുഖത്ത് ക്രീം വെച്ചേക്കുന്നതും അനീഷിനെ കേട്ടോ. അനീഷിനെ പറഞ്ഞ കാരണങ്ങൾ എന്തോ വ്യക്തിത്വം നിലപാടില്ലായ്മ ഇതൊക്കെ ഇപ്പോഴേ വന്നു തുടങ്ങി. പിന്നെ കേൾക്കാൻ തയ്യാറാകുന്നില്ല, വളച്ചൊടിച്ച് സംസാരിക്കുന്നു. അത് അനീഷിന് പറഞ്ഞു തന്നെ. പിന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് തിരിച്ച് പറഞ്ഞില്ല. പിന്നെ എന്തുവായിരുന്നു, പിന്നെ അങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ 1.5 ദിവസം കൊണ്ട് എന്താ മനസ്സിലാകാനാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് ഇപ്പോൾ അതിൽ അനീഷിന് മാത്രമല്ല, പിന്നെ ഒരു 3-4 പേർ കൂടെ മുഖത്ത് ക്രീം പുരട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു 7-8 പേര് ക്രീം മുഖത്ത് വരാത്തവരുണ്ടായിരുന്നു. അപ്പോൾ ബിഗ് ബോസ് ലാസ്റ്റ് ചോദിച്ചു ഇനിയും ക്രീം മുഖത്ത് പുരളാത്തവർ എണ്ണിക്കാൻ പറഞ്ഞപ്പോൾ 8-9 പേര് എണ്ണിച്ചു കേട്ടോ. എണ്ണിച്ചിട്ട് ബിഗ് ബോസ് ചോദിച്ചു നിങ്ങൾ ആ പേപ്പർ ശരിക്കും വായിച്ചോ? എല്ലാവരും പറഞ്ഞു വായിച്ചു. എല്ലാവരും പറഞ്ഞു വായിച്ചു. അപ്പോൾ ഇവർ ഓർത്ത ഇനി 8 പേർക്ക് വേറെ ടാസ്ക് കൊടുക്കും, എന്നിട്ട് അതിൽ നിന്നും ഒരു പിന്നെ ക്യാപ്റ്റനെ കണ്ടുപിടിക്കും എന്നാൽ ഇവരൊക്കെ വിശ്വസിച്ചത്. പക്ഷെങ്കിൽ പിന്നെ ബിഗ് ബോസ് പറഞ്ഞു ഇപ്പം നടന്ന ടാസ്കിൻ്റെ വിന്നറെ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും അങ്ങ് അന്തിച്ചു പോയി. അപ്പോൾ ഇവരുടെ മുഖത്ത് ഇത് പിടിക്കാത്തവരെന്ത് ചെയ്യും? അവരൊക്കെ അടുത്ത ടാസ്ക് കിട്ടുമെന്ന് ഓർത്തിരുന്നതല്ലേ. അപ്പം ബിഗ് ബോസ് പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ ശരിക്ക് പേപ്പർ വായിച്ചോ, അതായത് കത്ത് വായിച്ചോ? ഏറ്റവും കൂടുതൽ മുഖത്ത് ക്രീം വരുന്നത് ആരോ അവരായിരുന്നു പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ, ഈ സീസൺ 7ലെ ക്യാപ്റ്റൻ. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്രീം മുഖത്ത് വന്ന ആർക്കാണെന്നറിയാമോ? നമ്മുടെ അനീഷിനായിരുന്നു. അനീഷ് ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ എല്ലാവരും പറ്റിക്കുവാന്നോ അതോ ചുമ്മാതെ ഞങ്ങളെ കളിപ്പിക്കുവാന്നോ എന്നൊക്കെ ചോദിച്ചു. ബിഗ് ബോസ് പറഞ്ഞല്ല, ഈ സീസൺ 7ലെ അപ്പോൾ എല്ലാവരും ചോദിച്ചു പറ്റിക്കുമായിരുന്നു. അന്നേരം പറഞ്ഞ് പറ്റിക്കുമല്ല, നമ്മുടെ ബിഗ് ബോസ് സീസൺ 7ലെ ഈ വീട്ടിലെ ആദ്യത്തെ ക്യാപ്റ്റൻ അനീഷ എന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ എല്ലാവരും കൈയടിച്ചു. പക്ഷേ ചിലർക്കൊക്കെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാര്യം പുള്ളിയെ എല്ലാവരും ഒരിക്കലും ആകരുതെന്നുള്ള ഇതിൽ തന്നെയാണ് ഈ കുഞ്ഞു ഗുഡ് മോർണിംഗ് പറഞ്ഞ് തിരിച്ച് പറഞ്ഞില്ലേ, ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ അതിനൊക്കെ കാര്യങ്ങൾ പിന്നെ അങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞാണ് പുള്ളിയെ എല്ലാവരും കൂടെ വരുത്തി അയച്ചത്. എന്തായാലും ലക്ക് എന്ന് പറയാൻ പുള്ളി ഈ പ്രാവശ്യത്തെ ക്യാപ്റ്റനായിട്ടുണ്ട്.
പിന്നെ ക്യാപ്റ്റൻ്റെ തീരുമാനം പറയാൻ പറഞ്ഞു. ക്യാപ്റ്റന് പിന്നെ ടീമിനെ തിരിക്കാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി പിന്നെ എല്ലാവരോടും എനിക്ക് പുള്ളിയുടെ ടീം തിരിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളി സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഒന്നും പറഞ്ഞ്. ഓരോ ടീം തിരിക്കുമ്പോഴും പുള്ളി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കിതിൽ നിൽക്കാമോ? ആർക്കെങ്കിലും അപ്പുറത്തോട്ട് പോകണോ? ആർക്കെങ്കിലും ഇപ്പുറത്തോട്ട് വരണോ? എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് ന്യായമായിട്ടുള്ള ചോദ്യമായിരുന്നു. അല്ലെങ്കിൽ പുള്ളിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾ അപ്പുറത്ത് പോകും, നിങ്ങൾ ഇപ്പുറത്ത് പോകുമെന്ന് പറഞ്ഞിട്ടില്ല. കിച്ചൺ ടീമിലായിട്ട് 4 പേര് കിച്ചൺ ടീമിൽ കയറിയിട്ടുണ്ട് കേട്ടോ. കിച്ചൺ ടീമിനകത്ത് സരികയുണ്ട്, ഗീതുണ്ട്, ശരത്തുണ്ട്, പിന്നെ ഒന്നിയനോ ആ പുള്ളിയുടെ പേര് മാത്രം എനിക്കൂടെ കറക്റ്റ് വരുന്നില്ല കേട്ടോ. ആ പുള്ളി വണ്ണമുള്ള ആ പുള്ളിയുണ്ട്. ആ പുള്ളി നല്ല പാചകക്കാരനും കൂടെ. പിന്നെ പാത്രം കഴുകാൻ അഭിലാഷ്, ശാരിക, ഷാനവാസ്, ശൈത്യ. പിന്നെ ബാത്റൂം കഴുകാൻ അപ്പാന്, ശരത്ത്, പിന്നെ പുള്ളിയുടെ കൂടെ 4 പേര്. പിന്നെ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ രേണുസുതി, അനുമോള്, നൂറ, ആദില, പിന്നെ പിന്നെ പുള്ളിയുടെ പേരെന്താ, 2 പേരുടെ പേരെനിക്ക് പിടികിട്ടത്തില്ല. മറ്റേ ആ ഹിന്ദിയിലെ ഡെന്നിസ് ആ പുള്ളിക്കാരി കേട്ടോ. പേര് ഞാൻ പഠിച്ചോളാം. അപ്പോൾ അങ്ങനെ ആ ഒരു ടീമും തിരിച്ച് വളരെ ഭംഗിയായിട്ട് പുള്ളി ക്യാപ്റ്റൻ്റെ ചുമതല നിർവഹിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷത്തോടെ തന്നെ എല്ലാവരും അവരവർക്ക് കൊടുത്ത ടീമും അവരവരുടെ ആൾക്കാരും സന്തോഷത്തോടെ തന്നെ അവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം ഉണ്ടായ സംഭവം ഇതാ. അപ്പോൾ ലൈവിൽ നടന്ന ഇതാണ്. അപ്പോൾ ഇതാണ് ഇപ്പം ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാവരും പിരിഞ്ഞു പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ കിച്ചണിലെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും ഒക്കെ അവർ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം. അപ്പോൾ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ അടിക്കണം. ഓക്കെ, അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതിന് ബൈ.